2016 അധികാരത്തിൽ നിന്ന് പുറത്തുപോയ UDF കഴിഞ്ഞ 2 പൊതു തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ട് ഒരു പതിറ്റാണ്ട് കാലമായി പ്രതിപക്ഷ നിരയിലാണ് കേരള നിയമസഭയിൽ സ്ഥാനമുറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയമെന്നത് UDFനെ സംബന്ധിച്ചും പ്രമുഖ ഘടകകക്ഷികളായ കോൺഗ്രസിനെ സംബന്ധിച്ചും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും രാഷ്ട്രീയ നിലനിൽപ്പിന് ഒരു അനിവാര്യതയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് നില പരിശോധിക്കുകയാണെങ്കിൽ ആകെയുള്ള 140 സീറ്റുകളിൽ 99 സീറ്റുകളും ഇടതുമുന്നണി നേടിയപ്പോൾ 41 സീറ്റുകളാണ് UDFന് നേടാൻ കഴിഞ്ഞത്. കേരള നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 71 സീറ്റുകളാണ്. ഇങ്ങനെ കണക്കുകൂട്ടിയാൽ UDFന് ഇപ്പോൾ ഉള്ളതിനേക്കാൾ 30 സീറ്റുകൾ കൂടി അധികമായി നേടിയാൽ മാത്രമേ അധികാരത്തിൽ വരാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇപ്പോഴുള്ള 41 സീറ്റുകൾ നിലനിർത്തണം, ഇടതുമുന്നണിയുടെ പക്കലുള്ള 30 സീറ്റുകൾ കൂടി അധികമായി നേടണം. അങ്ങനെ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുവാൻ 30 സീറ്റുകളുടെ കുറവാണ് UDFനുള്ളത്. ഈ സാഹചര്യത്തിൽ ഇടതുമുന്നണിയുടെ കൈവശമുള്ള ഏതെല്ലാം സീറ്റുകളിലാണ് കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനഞ്ഞ് മിടുക്കരായ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചാൽ UDFന് വിജയസാധ്യതയുള്ളത് എന്നാണ്. ആദ്യമായി തന്നെ ഇടതുമുന്നണിയിലെ മൂന്നാമത്തെ വലിയ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ സീറ്റുകളിൽ ഏതെല്ലാം പിടിച്ചെടുക്കുവാൻ UDFന് സാധിക്കുമെന്നാണ് ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ സംബന്ധിച്ച് അവർക്കിപ്പോൾ നിയമസഭയിലുള്ളത് 5 MLAമാരാണ്. ഇടുക്കിയിൽ നിന്ന് റോഷി അഗസ്റ്റിൻ, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജോബ് മൈക്കിൾ, റാന്നിയിൽ നിന്ന് പ്രമോദ് നാരായണൻ, കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് N ജയരാജ്, പൂഞ്ഞാറിൽ നിന്ന് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. ഇതിൽ 3 സീറ്റുകളെങ്കിലും കൃത്യമായി രാഷ്ട്രീയ നീക്കം നടത്തി മിടുക്കരായ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചാൽ UDFന് കോൺഗ്രസിന് വളരെ സുഗമമായി തിരിച്ചു പിടിക്കുവാൻ കഴിയുന്നതാണ്. അതിൽ ഒന്നാമത്തെ സീറ്റ് എന്ന് പറയുന്നത് റാന്നി സീറ്റാണ്. 1996 മുതൽ 2016 വരെ CPMന്റെ രാജു എബ്രഹാം തുടർച്ചയായി വിജയിച്ച സീറ്റാണിത്. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് CPM ഈ സീറ്റ് വിട്ടു നൽകുകയായിരുന്നു. രാജു എബ്രഹാമിന്റെ ഭൂരിപക്ഷവുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ നേരിയ ഒരു ഭൂരിപക്ഷത്തിനാണ് 2021 കോൺഗ്രസിന്റെ പ്രതിനിധിയായിരുന്ന റിങ്കു ചെറിയാനെ പരാജയപ്പെടുത്തി പ്രമോദ് നാരായണൻ നിയമസഭയിലെത്തിയത്. കൃത്യമായി പറഞ്ഞാൽ 1285 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് പ്രമോദ് നാരായണന് നേടാൻ സാധിച്ചത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് റാന്നിയിൽ നിന്ന് മത്സരിക്കുന്നത് എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് മികച്ച ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ വളരെ സുഗമമായി റാന്നി മണ്ഡലം പിടിച്ചടക്കാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിയാണ്. 1980 മുതൽ തന്നെ മരണം സംഭവിക്കുന്ന 2020 വരെ തുടർച്ചയായി 40 വർഷം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സീനിയർ ലീഡറായിരുന്ന KM മാണിയുടെ വിശ്വസ്തനും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായിരുന്ന CF തോമസ് പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് മത്സരിച്ച VJ ലാലിയെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് മത്സരിച്ച ജോബ് മൈക്കിൾ 6000-ഓളം വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. കൃത്യമായി പറഞ്ഞാൽ 6059 വോട്ടുകൾക്ക്. ഇവിടെ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഈ സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ UDF അവതരിപ്പിച്ചാൽ കൃത്യമായ വിജയം നേടാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി രൂപതയുടെയും NSSന്റെയും ആസ്ഥാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ചങ്ങനാശ്ശേരിയിൽ ഈ 2 വിഭാഗങ്ങളും ഇടതുമുന്നണിയോടുള്ള എതിർപ്പ് പ്രത്യക്ഷമായി തന്നെ പ്രകടിപ്പിച്ചു നിൽക്കുകയാണ്. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമാക്കുവാൻ കഴിഞ്ഞാൽ കേരള കോൺഗ്രസിന്റെ പക്കൽ നിന്ന് ഇടതുമുന്നണിയുടെ പക്കൽ നിന്ന് ചങ്ങനാശ്ശേരി സീറ്റും സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കുവാൻ UDFന് സാധിക്കും. മൂന്നാമത്തെ സീറ്റ് എന്ന് പറയുന്നത് ഇടുക്കിയാണ്. 2001 മുതൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി റോഷി അഗസ്റ്റിൻ തുടർച്ചയായ 5 വിജയങ്ങൾ നേടിയ മണ്ഡലം. ഇവിടെയും നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, റോഷി അഗസ്റ്റിന്റെ ആദ്യ 4 വിജയങ്ങളും UDFനൊപ്പം നിന്നുകൊണ്ടായിരുന്നു. UDFനൊപ്പം നിന്ന് അവസാനം അദ്ദേഹം മത്സരിച്ചത് 2016 തെരഞ്ഞെടുപ്പിലാണ്. അന്നുപോലും അദ്ദേഹത്തിന് ഇടത് തരംഗത്തിനിടയിലും 9000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വളരെ ശക്തനായ എതിർ സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജിനെ പരാജയപ്പെടുത്തുവാൻ സാധിച്ചു. എന്നാൽ 2021
ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്ന റോഷി അഗസ്റ്റിന് 5573 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് ഇവിടെ നേടാനായത്. ഇവിടെയും കോൺഗ്രസിന് ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ്. UDF അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുന്ന ജനങ്ങളാണ് ഈ മണ്ഡലത്തിലുള്ളത്. വന്യമൃഗ ആക്രമണമടക്കം നിരവധി വിഷയങ്ങൾ സർക്കാരിനെതിരായി മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. കർഷകരുടെ പഷ്ടയ പ്രശ്നങ്ങളും ഇവിടെ സജീവമായ ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചയായി മാറും. ഈ അനുകൂല രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൃത്യമായി ഉപയോഗിച്ചാൽ റോഷി അഗസ്റ്റിൻ 1/4 നൂറ്റാണ്ടായി കുത്തകയായി കയ്യിൽ വെച്ചിരിക്കുന്ന മണ്ഡലവും സുഗമമായി UDFന് സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. അങ്ങനെ കേരള കോൺഗ്രസിന്റെ നിലവിലുള്ള 5 സീറ്റുകളിൽ 3 എണ്ണമെങ്കിലും കൃത്യമായ ആസൂത്രണത്തോടുകൂടി പ്രവർത്തിച്ചാൽ UDFന് തങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നതാണ്. ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ വിശകലനങ്ങൾ തുടർന്നും കേൾക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.